ഹായ് ഹലോ എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് നോർത്തേൺ ന്യൂസിലാൻഡിലെ 4ാമത്തെ വലിയ സിറ്റിയായ ഹാമിൽട്ടണിൽ നിന്നും ഒരു ചെറിയ ടൗണായ റഗ്ലാൻഡിലേക്കുള്ള ഒരു യാത്രയാണ്. ഹാമിൽട്ടൺ സിറ്റിയിൽ നിന്ന് 45 മിനിറ്റ് ഡ്രൈവാണ് നമുക്ക് ഈ റഗ്ലാൻഡ് വേണ്ട സമയം. സമ്മർ കാരവാൻ സ്റ്റേക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ റഗ്ലാൻഡ്. കേട്ടറിഞ്ഞപ്പോൾ ഒരു ഫുൾ ഡേ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റഗ്ലാൻഡ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടിറങ്ങാൻ പറ്റുള്ളൂ. ഈ വളഞ്ഞ് നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡുകളും ഗ്രീനറിയൊക്കെ കണ്ട് ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ റഗ്ലാൻഡ് എത്തിയത് അറിഞ്ഞില്ല കേട്ടാ. പെട്ടെന്ന് ടൈം പോയ പോലെ തോന്നി. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ ടൗൺ. ന്യൂസിലാൻഡിൻ്റെ പോപ്പുലേഷനിൽ വരുന്ന 68% യൂറോപ്യൻസ് ആയതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിനും ഇവിടെ ഓപ്ഷൻ ഉണ്ട്. നാല് ഫേമസ് ആയ ബീച്ചുകളും ബ്രൈഡൽ വെയിൽ വാട്ടർഫാൾസ് എന്നറിയപ്പെടുന്ന ഒരു വെള്ളച്ചാട്ടവും വോൾക്കാനിക് മൗണ്ടെയ്ൻസും ആണ് ഇവിടെ കാണാനായിട്ടുള്ളത്. നമ്മളങ്ങനെ മനുബേ ബീച്ചിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞു. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ലെഫ്റ്റ് ഹാൻഡ് ബ്രേക്ക് തിരമാലകളോട് കൂടിയ ഒരു സർഫിംഗ് ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മനുബേ ബീച്ചാണ്. നല്ലോണം എക്സ്പീരിയൻസ്ഡായി സർഫിംഗ് ചെയ്യുന്നവർക്ക് 2 കിലോമീറ്റർ നീളത്തിൽ വരെ തിരമാലകളുടെ കൂടെ സർഫ് ചെയ്ത് സഞ്ചരിക്കാവുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ മനുബേ ബീച്ച്. ഈ കുന്നിൻ്റെ അടിഭാഗത്ത് പരന്ന് കിടക്കുന്ന ബീച്ച് ആദ്യമായിട്ട് കണ്ടതുകൊണ്ടായിരിക്കണം നല്ല കൗതുകം തോന്നുന്നുണ്ട് കാണാനായിട്ട്. റഗ്ലാനിലെ മറ്റ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ പ്രധാനം പാൻകേക്ക് ലൈംസ്റ്റോണിനിടയിൽ കൂടിയുള്ള കയാക്കിങ്, ഹോഴ്സ് റൈഡിങ്, വോൾക്കാനിക് മൗണ്ടൻസിന് മുകളിലൂടെയുള്ള മൗണ്ടൻ ബൈക്കിങ്, സമ്മർ സ്റ്റേക്കേഷൻ എന്നിങ്ങനെയാണ്. നമ്മൾ സർഫിംഗ് ബോർഡിൻ്റെ മുകളിൽ കയറുന്ന ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും തിരമാലയുടെ താളത്തിനൊത്ത് സർഫ് ചെയ്യുന്നത് കാണുമ്പോൾ ആ ഒരു സർഫിംഗ് എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രകൃതി എന്നും സൃഷ്ടാവിൻ്റെ ഒരു അത്ഭുതം തന്നെയാണ്. ശ്വാസം ഒന്ന് നീട്ടിയെടുത്ത് 2 സെക്കൻഡ് കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ
കടലിൻ്റെ ആത്മാവിനെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആയിരത്തി 1966 സർഫിംഗ് മൂവിയായ എൻലെസ് സമ്മർ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ മനോബേ ബീച്ചിൽ തന്നെയാണ്. സർഫിംഗ് കാഴ്ചകളോടും കടലിൻ്റെ ആത്മാവിനോടും കൂടെ ചേർന്നുകൊണ്ട് ഈ വിശാലമായ ഉരുളൻ കല്ലുകളുടെ മുകളിൽ ഇരുന്നുകൊണ്ട് ചൂടുള്ളൊരു കട്ടൻ കാപ്പി കുടിക്കുന്ന സമയത്ത് ഒരു ഹിപ്നോട്ടിക് എന്തൂസിയാസം അനുഭവപ്പെടുന്നുണ്ട്. ഒരു ബ്രേക്ക് ഔട്ട് റൂം എക്സ്പ്ലോർ ചെയ്യാൻ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് ഇൻ നോർത്തേൺ ന്യൂസിലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റുമില്ല. ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ന്യൂസിലാൻഡിൻ്റെ വെസ്റ്റ് സൈഡ് ആയതുകൊണ്ട് സൺസെറ്റും നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഏകദേശം 4000 പേര് മാത്രം താമസിക്കുന്ന ഈ ചെറിയ റെഗ്ലാൻഡ് ടൗണിൽ നമ്മൾ ഈവനിങ് ട്രിപ്പായിട്ട് ഇറങ്ങിയതല്ല ഇന്ന്. ആക്ച്വലി ഏകദേശം 10ഓളം വരുന്ന മലയാളി ഫാമിലിയിൽ ഒരു ചേട്ടൻ്റെ യൂസ്ഡ് കാർ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പുള്ളിയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റിയില്ല, നമ്മൾ ലേറ്റായി ഇവിടെ എത്തിയപ്പോൾ. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നൗറിനി ബീച്ചാണ്. ഇവിടെ നിന്നുള്ള സൺസെറ്റ് നല്ല വ്യൂ ആണ്. സൺസെറ്റ് കഴിഞ്ഞിട്ടുള്ള വ്യൂ മാത്രമേ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ റെഗ്ലാൻ വിശേഷങ്ങൾ. വി ആർ ജസ്റ്റ് സൈനിങ് ഔട്ട് ഫ്രം നരൂനി ബീച്ച്.